കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിനായുള്ള തിരച്ചിൽ ഇന്നും തുടരും. മൃതദേഹം കുഴിച്ചിട്ട പ്രതികളുമായിട്ടാണ് ഇന്ന് തിരച്ചിൽ നടത്തുക. വിവരങ്ങളുമായി അബിന ചേരുന്നുണ്ട്. അബിന, ഇന്നലെയും തിരച്ചിൽ നടത്തുന്നതിനുള്ള പ്രക്രിയകൾ നടത്തിയിരുന്നു. ഇന്നും പ്രതികളായിട്ടാണ് തിരച്ചിൽ നടത്തുക. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ഇന്നലെ തന്നെ വിജിലിനെ കുഴിച്ചിട്ട വിജിലിന്റെ സുഹൃത്തുക്കളായ ദീപേഷും അതുപോലെ തന്നെ നിഖിലും ഈ രണ്ടുപേരെയും ഇന്നലെ തന്നെ എത്തിച്ച് ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഈ രണ്ടുപേരെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടി അല്പം ഒന്ന് വൈകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകിയാണ് 2 മണിയോടുകൂടി, ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടിയാണ് ഈ ഒരു തിരച്ചിൽ സരോവരത്ത് ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ 5 ദിവസത്തേക്കാണ് രണ്ടുപേരെയും കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു കാലയളവിൽ തന്നെ ഇതുമായി സംബന്ധിച്ച ഈ വിജിലിന്റെ മൃതദേഹം സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുവരും നൽകിയിരിക്കുന്ന മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഒരു പരിശോധന ഇവിടെ നടന്നു വരുന്നത്. ഇതിലെന്തെങ്കിലും വസ്തുതാപരമായ കാര്യമുണ്ടോ എന്നുള്ളതിൽ ഒരു കൃത്യത വരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ വിജിലിന്റെ മൃതദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചതുപ്പിൽ നിന്നും വെള്ളം വറ്റിക്കുകയും അതോടൊപ്പം തന്നെ വെള്ളം വറ്റിച്ചതിന് പിന്നാലെ നിറയെ ചളിയായിരുന്നു ഈ ചതുപ്പിനകത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ചളി മാറ്റാനുള്ള എല്ലാ പ്രക്രിയകളും ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഈ മണ്ണുമാന്തി യന്ത്രം ഇതിനകത്തേക്ക്, ഈ ചളിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് കാരണം അതിനൊരു ചെറിയൊരു തടസ്സം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ വെയിൽ കൂടുതലായി, ചൂട് കൂടുതലായി കനത്ത ഒരു സാഹചര്യത്തിൽ ഈ ചളി അധികം ചളിയിൽ നിന്നും കൂടുതലായി എടുത്തു മാറ്റാൻ സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇന്ന് വീണ്ടും ഈ ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു ചളി മാറ്റിയതിനു ശേഷം മാത്രമായിരിക്കും ഈ ഒരു മൃതദേഹത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടരുക. അതോടൊപ്പം തന്നെ നായകളടക്കം മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള നായകളെ അടക്കം ഇവിടേക്ക് കൊണ്ടെത്തിച്ചിട്ടായിരിക്കും ഈ ഒരു മൃതദേഹം കണ്ടെത്തുക. അതോടൊപ്പം തന്നെ ഈ രണ്ടുപേരെയും, ഈ മൃതദേഹം ഇവിടെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ വിജിലിന്റെ 2 സുഹൃത്തുക്കളുമായിട്ടായിരിക്കും ഇന്നിവിടെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുക. ഏകദേശം 10 മണിയോട് കൂടിയായിരിക്കും ഈ തിരച്ചിലെല്ലാം തന്നെ ഇവിടെ തുടരുക എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ 29-ന് നിർത്തിവെച്ച തെരച്ചിലാണ്. അത് ഈ ഒരു പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് അന്ന് ഈ ഒരു തെരച്ചിൽ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. കനത്ത മഴയായിരുന്നു. ഈ മഴയെ തുടർന്ന് ചതുപ്പിൽ വലിയ രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഈ ഒരു തെരച്ചിലിന് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു മഴ മാറി നിന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഇവിടെ നിന്നും ചളി മാറ്റിയതിനു ശേഷം മാത്രമേ ഈ ഒരു മൃതദേഹം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തിരുവനന്തപുരത്ത് നിന്നും റഡാർ സംവിധാനം എത്തിക്കും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റഡാർ സംവിധാനം ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 12 മണി വരെ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ ഒരു സംവിധാനത്തിന് വേണ്ടി കാത്തിരുന്നു. പക്ഷേ റഡാർ സംവിധാനം ഇവിടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എത്ര ആഴത്തിൽ 10 മീറ്ററിന് താഴെയുള്ള ഏതൊരു മൃതദേഹാവശിഷ്ടങ്ങളും കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു റഡാറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പക്ഷേ ആ ഒരു സംവിധാനം ഇവിടേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ചതുപ്പിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുന്ന ആളുകളെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ ഇവിടെ സരോവരത്ത് എത്തിയിട്ടുണ്ട്. മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വിജിലിനെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ ഈ വിജിലിന്റെ 2 സുഹൃത്തുക്കളും, നിഖിലും ദീപേഷിനും ഉൾപ്പെടെ ഈ 2 പേരെയും ഇന്ന് ഇവിടേക്ക് എത്തിക്കും. അല്പസമയത്തിനകം എത്തിക്കും. ഈ എത്തിച്ചതിനു ശേഷം മാത്രമായിരിക്കും ഇവിടെ പരിശോധനകളെല്ലാം തന്നെ നടന്നു വരിക. രേണുക. ശരി അബിന, എന്തായാലും ഇന്നും തിരച്ചിൽ പുനരാരംഭിക്കുകയാണ്. പ്രതികളുമായിട്ടാണ് ഇന്നും പോയി ചതുപ്പിൽ തിരച്ചിൽ ആരംഭിക്കുക. റഡാർ ഉപകരണങ്ങൾ വച്ചാണ് എന്തായാലും ഇന്നും തിരച്ചിൽ നടത്തുക. വിവരങ്ങൾ പങ്കുവച്ചത് അബിന പി ചിറക്കിലാണ്.